നമ്മളിപ്പോ മീഷോയെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിലാക്കി വരികയാണ് അല്ലെ. കാണാത്തവരെല്ലാം പോയി കാണണം. പ്ലേലിസ്റ്റിലായിട്ട് എല്ലാ വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു 5 ടിപ്പ് എങ്ങനെ നമുക്ക് മീഷോയിൽ സെയിൽ കൂട്ടാമെന്നുള്ളതിനെ കുറിച്ച് ഒരു 5 ടിപ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെയിലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് തന്നെ പോവാം. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാറ്റഗറീസ് വെച്ചിട്ടുള്ള ഒരു 5 പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഒരേ കാറ്റഗറിയിൽ അപ്ലോഡ് ചെയ്യാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാറ്റഗറീസ്, അതായത് ഇപ്പൊ ഡ്രസ്സ്, അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ്, സ്പോർട്സ്, ആക്സസറീസ്, കോസ്മെറ്റിക്സ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് പ്രൊഡക്റ്റുകളിലൊക്കെ കൂടിയായിട്ട് ഒരു 5 6 7 പ്രൊഡക്റ്റുകൾ നിങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്യണം. ഏതൊരു കസ്റ്റമർ നമ്മളെ ഷോപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പ്രൊഡക്ട്സ് ഉണ്ട് എന്ന് അവർ നോക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റോ 2 പ്രൊഡക്റ്റോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു സെയിലിന് സാധ്യത കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ സെയിൽ കൂട്ടണം എന്നുള്ള ആളുകൾക്ക് സെയിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരു 5 6 7 പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റോറിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നല്ല പ്രൈസിങ്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് നമ്മൾ സെറ്റ് ചെയ്യണം എന്നാണ്. അതായത് നമ്മൾ മീഷോയിൽ സെർച്ച് ചെയ്തിട്ട് നമ്മളെ സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവർ ഏത് പ്രൈസിലാണോ കൊടുക്കുന്നത് അതിലും താഴെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് നമ്മളെ പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങാനുള്ള സാധ്യത കൂടുതലുള്ളൂ. കാരണം നമുക്കറിയാം ഓരോ കസ്റ്റമറും പ്രൈസ് നല്ലപോലെ ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ പ്രൈസിങ്ങിന്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും വേണം, എന്നാൽ നമുക്ക് നഷ്ടം ഇല്ലാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു മാർജിൻ ഇട്ടിട്ട് വേണം നിങ്ങൾ പ്രൈസിങ് സെറ്റ് ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇമേജസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റിന്റെ ഡിഫറെന്റ് ഇമേജുകൾ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കണം. തുറന്നിട്ടോ അടച്ചിട്ടോ ഒക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള നല്ല നല്ല ഇമേജുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. മീഷോയിൽ ഇപ്പോൾ ഉള്ള ഇമേജിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഇമേജ് നിങ്ങൾ തന്നെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകൾ കസ്റ്റമർ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ കൂടെയും നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരുപാട് കൂടുതലാണ്. നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസിൽ എന്തെങ്കിലും ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഫസ്റ്റത്തെ ഫോട്ടോയിൽ ആഡ് ചെയ്യണ്ട, രണ്ടാമത്തെ ഫോട്ടോയിൽ അതിന്റെ സൈസ് കാര്യങ്ങൾ, പിന്നെ അതിന്റെ ഷേപ്പ്, അതിന്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഒരു ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് കോട്ടൺ ആണ്, ഇത് സ്ലിം ഫിറ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരു ബുള്ളറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ക്യാൻവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആവാൻ ശ്രമിക്കുക. അതായത് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കുറച്ച് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് എന്നുള്ള ഒരു ഓപ്ഷന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. NDD എന്നാണ് ഇതിന്റെ പ്രോഗ്രാമിന്റെ പേര്, നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച്. നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓർഡറുകൾ ഷിപ്പ് ചെയ്യും. അതായത് വളരെ ലേറ്റ് ആവാതെ തന്നെ നമ്മൾ എന്നാണ് ഓർഡർ ലഭിച്ചത് അതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഓർഡർ ഷിപ്പ് ചെയ്യുമെന്നുള്ള ഒരു കോൺഫിഡന്റ് ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആളുകൾ ഒന്നും കൂടെ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അപ്പോ ഇതുവരെ പറഞ്ഞ 5 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, മൾട്ടിപ്പിൾ കാറ്റഗറീസിൽ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, നല്ല ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ കാര്യം, നല്ല ഇമേജസിന്റെ കൂടെ തന്നെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൈസ്, പിന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ഇമേജിലല്ല, രണ്ടാമത്തെ ഇമേജ് മുതൽ സൈസസ് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, ഈ ഒരു NDD പ്രോഗ്രാമിൽ നിങ്ങൾ മീഷോയിൽ അപ്ലൈ ചെയ്യുക. NDD പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുന്നേ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ടിൽ പോയിട്ട് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും നല്ല കൂളായിട്ട് ചില്ലായിട്ട് തന്നെ മീഷോയിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക. നല്ലൊരു കച്ചവടം, നല്ലൊരു ബിസിനസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വേറൊരു വിഷയമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ
ബൈ ബൈ.